ഹലോ, ഇന്ന് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ? ചിക്കൻ ബിരിയാണി ഏറ്റവും സിമ്പിളായിട്ടാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം തന്നെ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ എടുത്ത് അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടീസ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിൽമ നെയ്യാണ്. അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗരം മസാല അങ്ങനെയുള്ള ഗരം മസാല ആഡാക്കി കൊടുക്കുക. അതായത് ഏലക്കായ്, ഗ്രാമ്പു, കറാമ്പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അരമുറി വലിയ ഉള്ളി സ്ലൈസാക്കി അരിഞ്ഞത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 3 കപ്പ് അരിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 6 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് അടച്ച് വെക്കാം. ഇനി ഏകദേശമൊക്കെ ഒന്ന് വെട്ടി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള അരി അതിലേക്ക് ആടാക്കി കൊടുക്കട്ടോ. അരി ഇട്ടേക്കിന് തന്നെ നമ്മളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് അരിയൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് തിളച്ച് പൊങ്ങി വരാനാകുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട്, അതായത് ലോ ഫ്ലെയിമിലിട്ടിട്ട് അതൊന്ന് കുക്കാക്കി എടുക്കട്ടോ. ഇനി അത് നമുക്കതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല, ബിരിയാണിക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മിൽമ നെയ്യ് ഒഴിച്ചിട്ട് 2 ബേ ലീഫ്, ഒരു വലിയ സവാള സ്ലൈസാക്കി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്തിട്ട് ഒന്ന് വാടാൻ വെക്കുക. ഇനി അതിലേക്ക് ആടാക്കുന്നത് 2 വലിയ തക്കാളി നന്നാക്കി ഒന്ന് കട്ടാക്കി ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശമൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 4 പച്ചമുളക് നന്നാക്കി ചതച്ചതും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങനെ പിന്നെ വല്ലാതെ എരിവ് ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങനെയാണ്. പിന്നെ ഒരു 5-6 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയും അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കനൊന്ന് അതിലേക്ക് ആടാക്കാം കേട്ടോ. ഞാനൊരു 3/4 കിലോനോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് വലിയ പീസാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഗരം മസാല 3 ടീസ്പൂണോളം ഗരം മസാലയും 2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ലേശം ഒരു ചെറിയൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് തൈര്, അതായത് 2 ടേബിൾ സ്പൂണോളം തൈരും പുളിക്ക് ആവശ്യത്തിനുള്ള സുർക്കയും ഇട്ട് കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഏകദേശമൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബിരിയാണി റൈസ് അതിക്കൊന്ന് ആഡാക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ മേലെ ഉള്ളി പൊരിച്ചതോ അതൊന്നും ഇട്ടിട്ടില്ല. പിന്നീട് ഒരു നെയ്യോ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ഉള്ളി പൊരിച്ചത് ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് ആഡാക്കാഞ്ഞത്. ഇനി നമുക്കത് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശമൊക്കെ ബിരിയാണി സെറ്റാക്കി വന്നിട്ടുണ്ട്. ഏകദേശം അത് ചോറിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് ദമ്മാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക, എന്നാലും ബിരിയാണിക്ക് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്കൊരു സെർവിങ് ഡിഷിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളി ബിരിയാണി കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. നല്ല നോർമലി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി കേട്ടോ. എന്നാൽ കൂടുതൽ മസാലകളോ കാര്യങ്ങളോ അതൊന്നുമില്ല. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ശരി.